അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു 10,000-ഓളം പേരിൽ നിന്ന് ഒരൊറ്റ ഒരാളെയാണ് ബിഗ് ബോസിലേക്ക് കോമണറായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരാളാകും എന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 പേര്, ഒരു 2-4 പേരെങ്കിലും എടുക്കും എന്ന് കരുതി. പക്ഷെ ഒരൊറ്റ ഒരാൾ ബിഗ് ബോസ് സീസൺ ഫസ്റ്റ് ഇന്നത്തെ ആ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതലും ചൊറിയനായത് അനീഷാണെന്നാണ് മൊത്തത്തിലുള്ളൊരു സംസാരം. അങ്ങനെ ഇപ്പോഴേ ജഡ്ജ് ചെയ്യേണ്ടതുണ്ടോ? ഇനി രണ്ടാമത്തെ കാര്യം, പണി വരുന്നുണ്ട്, 7ന്റെ പണിയാണ് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്കൊരു നിരാശയുണ്ടായിരുന്നു. പ്രൊമോ മാത്രമാണ് അങ്ങനെയെന്ന്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്നത്തെ പണിക്ക് അങ്ങേയറ്റം തിരി കൊളുത്തിയിട്ടാണ് ലാലേട്ടൻ അവസാനമായിട്ട് അവിടെ നിന്ന് പോകുന്നത്. പണി കിട്ടിക്കഴിഞ്ഞു. അതിൽ ആ ടാസ്കുകൾ, ആദ്യം തന്നെ ഒരു ടാസ്ക് വെച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ ടാസ്ക് ആണ് ഇത്തവണ അല്ലെങ്കിൽ നാളെ അടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അടിയാണ്. ഇനി രേണു സുധി വരട്ടെ വരട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു. വന്നു. വളരെയധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ കയറി. പക്ഷെ പുറത്ത് ഒരു 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 എന്താ പറയുക, ഒരു നാടകം കളിച്ചിട്ട്, പുറത്താണ് നാടകം കളിച്ചത്. അകത്ത് വന്നപ്പോൾ ജെനുവിൻ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ പുറത്ത് കളിച്ച നാടകം, അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഫസ്റ്റ് എപ്പിസോഡ് ഓഗസ്റ്റ് 3 നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ലോഞ്ചാണ്. ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ലാലേട്ടനും അതുപോലെ തന്നെ എല്ലാ മത്സരാർത്ഥികളും ഒപ്പം ബിഗ് ബോസും നല്ല നിറഞ്ഞു നിന്ന ഈ ഒരു എപ്പിസോഡിലേക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നമുക്ക് നല്ല ലൈവായിട്ട് എപ്പിസോഡിന്റെ റിവ്യൂവും ചർച്ചകളും എല്ലാമായിട്ട് അടിപൊളിയായിട്ട് പോകാം. പണി വരുന്നുണ്ടെന്ന് തുടക്കം തൊട്ട് പറഞ്ഞപ്പോഴത്തേക്കും പുലി വരുന്നു എന്ന് പറഞ്ഞാണ് കാകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ പണിപ്പുര കാണിച്ച് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ സീസൺ സ്റ്റാർട്ട് ചെയ്തത് ബിഗ് ബോസും ലാലേട്ടനും തമ്മിലൊരു കോൺവെർസേഷനിൽ തന്നെയാണ്. ഈ വട്ടവും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇത്തവണ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ലാലേട്ടൻ കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് ലാലേട്ടൻ്റെ വീടാണ്, ലാലേട്ടൻ പറയും ഇത് ഇങ്ങനെ മതി എന്ന് ലാലേട്ടൻ പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ലാലേട്ടൻ്റെ ഉള്ളിലേക്ക് ആ ഒരു എമ്പുരാനിലെയും പിന്നെ അതുപോലെ തുടരും സിനിമയിലെയും ഒക്കെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു അധിനിവേശം കാണാൻ സാധിക്കും. ഒരു ഇൻസ്പയർ ചെയ്തതുപോലെ ലുക്കും എല്ലാം ഓവറോൾ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി സ്റ്റേജ്, ഈ വട്ടത്തെ ലോഗോയും അതിൻ്റെ ആ ഒരു നിയോൺ കളർ തീമും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ എന്തായാലും ശരി, ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ മലയാളം ബിഗ് ബോസിന്റെ സ്വന്തം വീട്ടിലാണ് ഇന്ന് ഈ സീസൺ നടക്കുന്നത്. അതൊക്കെ ഇന്ന് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത്തവണ ബിഗ് ബോസ് വീട് കാണിക്കുന്നത് കുറച്ച് ലെങ്തി ആകും എന്നാണ് ഞാൻ ഗസ് ചെയ്തത്. കാരണം ബിഗ് ബോസിന് മലയാളത്തിൽ സ്വന്തമായിട്ടൊരു വീട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് കാണിക്കും എന്നാണ് കരുതിയത്. പക്ഷേ പണിപ്പുരയും ജയിലും നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ലിവിങ് റൂം ഒക്കെ കാണിക്കുന്നുണ്ട്. ജയിലിന്റെ കാര്യം എടുത്തു പറയണം, കുറച്ച് സ്ലോപ്പായിട്ട് ഒന്ന് ഞെരുക്കിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ആ ജയിലിൽ പോയി സുഖവാസത്തിനല്ലാതെ ജീവിക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. പിന്നെ ലിവിങ് റൂമിൽ വരുമ്പോഴത്തേക്കും ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചത് എന്ന്. നമ്മളൊരു സാൻഡ് ആർട്ടിന്റെ പ്രൊമോ നമ്മൾ കണ്ടിരുന്നു. അതിൽ ലാലേട്ടൻ തന്നെയാണ് അത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത്. സോ ഇത് ബിഗ് ബോസിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് ലാലേട്ടൻ പറയാതെ പറയുന്നുണ്ട്, പലപ്പോഴും പറയുന്നുണ്ട്. പിന്നെ പണിപ്പുരയിലേക്കാണ് പോകുന്നത്. പണിപ്പുര എന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ട് ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. അത് തുറന്ന് നമ്മളെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. അതിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിന് ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഒരു പണിപ്പുരയ്ക്കകത്ത് ഇവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ലാലേട്ടൻ പറയുന്നുണ്ട്, അവരുടെ ഒരുപാട് ഇഷ്ടമുള്ള അവരുടെ എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. പലരുടെയും മേക്കപ്പ് സെറ്റുകൾ, കാരണം അവർ മാസ്ക് ചെയ്യാൻ, അവരുടെ മുഖത്ത് അവർ അണിഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന, അവരുടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ, അവരിടാൻ വെച്ചിരിക്കുന്ന ലിപ്സ്റ്റിക്ക് വരെ ആ റൂമിനകത്തുണ്ട്, ആ പണിപ്പുരയിലുണ്ട്. പക്ഷെ അത് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അവരിനി ബിഗ് ബോസിൽ അവർ അധ്വാനിക്കുന്നതനുസരിച്ച് ഇതൊക്കെ നേടിയെടുക്കും എന്നാണ് ലാലേട്ടൻ തുടക്കം തന്നെ പറയുന്നത്. അപ്പോൾ ആ ടാസ്ക് എന്താണ് എന്ന് മത്സരാർത്ഥികൾക്ക് അറിയില്ലെങ്കിലും നമ്മൾ ഊഹിക്കണം, ആ ടാസ്കും ഈ പണിപ്പുരയും തമ്മിൽ കണക്റ്റഡ് ആണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട്, അതായത് എപ്പിസോഡ് നീ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഒരു സെന്റൻസ് കൂടെ ആഡ് ചെയ്ത് പറയാം. വലിച്ചു നീട്ടി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ ഓർക്കുക, ഈ പറയുന്ന ഓരോ മത്സരാർത്ഥികളും ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ റെനീഷയും അതുപോലെ തന്നെ ഈ പറയുന്ന മത്സരാർത്ഥിയുടെ ഒരു ഫാമിലി മെമ്പറും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ അവർ ആ ടാസ്ക് ചെയ്യിപ്പിച്ച് അതിൽ വിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ സ്കോർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്നുള്ളൂ. അത്
അവസാനം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് 3 പേര് ജയിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറയാം. ഇനി ഈ 3 പേർക്കല്ലാതെ ബാക്കി എല്ലാവർക്കും കിട്ടിയത് നല്ല ഫണ്ണി ഐറ്റംസ് ആണ്. അപ്പോൾ ഇതാണ് ആ ടാസ്കും ആ പണിപ്പുരയും ആ പണിപ്പുരയിലുള്ള സാധനങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഇനി നമുക്ക് നേരെ ഓരോ മത്സരാർത്ഥികളും പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള എല്ലാവരും തന്നെയാണ്. അതുകൊണ്ട് ഒരു സസ്പെൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്കും കണ്ട് എനിക്കും പ്രഡിക്ഷൻസ് ലിസ്റ്റുകൾ കണ്ട് മടുത്തു. കാരണം വെച്ചാൽ അമ്മാതിരി നമ്മൾ 2-3 ദിവസമായിട്ട് ആരുടെയൊക്കെ പേര് പറയുന്നുണ്ടോ അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സീരിയൽ ഗ്രാൻഡ്മയിൽ ഈ പറയുന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകൾ അധികം എടുത്തിട്ടില്ലായിരുന്നു. കാരണം താല്പര്യമില്ലാഞ്ഞിട്ടാണ്. പക്ഷെ ഏതായാലും ശരി, പ്രഡിക്ഷൻ ലിസ്റ്റിൽ അതായത് കുറേ പ്രഡിക്ഷൻസ് ഒക്കെ, അതായത് മത്സരാർത്ഥികളുടെ പേരുകൾ ലീക്കായി എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതാണ്, അല്ലാതെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയണ്ട. ഈ പറയുന്ന ഒരു പേരുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന അനീഷിന്റെ പേരും അതുപോലെ ഫോട്ടോയും നമ്മൾ ആദ്യമേ കണ്ടിരുന്നു. അപ്പോൾ ആ പറയുന്ന അനീഷ് കോമണറാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു എഴുത്തുകാരനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ എടുത്തു പറയുന്ന മറ്റൊരു വാക്കെന്ന് പറയുന്നത് ഒരു സ്ത്രീ വിരോധിയാണ് എന്ന ഒരു സംസാരമുണ്ട്. അതിൻ്റെ റീസണായിട്ട് നമ്മളുടെ ആ ഒരു അനീഷിൻ്റെ ഇൻട്രോ വീഡിയോയിൽ കാണിക്കുന്നത് അനീഷ് ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണ് ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, അതായത് ഡിവോഴ്സ് ആയതിനു ശേഷം സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് പിന്നെ സംഭവിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല എന്നാണ് അനീഷ് പറഞ്ഞ മറുപടിയൊക്കെ. അപ്പോൾ എന്താണെന്ന്, അവരുടെ ലൈഫ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടോക്സിക് ആണോ, അത് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഗെയിമിനനുസരിച്ച് പറയാം. പേഴ്സണൽ ലൈഫ് അല്ല ബിഗ് ബോസിനകത്തുള്ള ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ശരി, അനീഷ് ആയിരുന്നു ആദ്യത്തെ മത്സരാർത്ഥിയായിട്ട് ബിഗ് ബോസ് സീസൺ 7 എത്തിയത്. അനീഷ് ബിഗ് ബോസിലേക്ക് വരുന്നതും അതുപോലെ തന്നെ അത് ബിഗ് ബോസിൽ ആദ്യം കാലെടുത്ത് വെച്ചിട്ട് കുറേയധികം ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ആ സംസാരങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോയിലൊക്കെ നന്നായിട്ട് കേൾക്കാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് മുന്നിൽ ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്നത്. തുടക്കം തന്നെ അനീഷിനെ നല്ല രീതിയിൽ എല്ലാവരും പഞ്ഞിക്കിടുന്നുണ്ട്, ട്രോൾ ചെയ്യുന്നുണ്ട്. മൈജി ചൊറിയൻ എന്നൊക്കെ പറഞ്ഞ സ്റ്റിക്കേഴ്സ് ഒക്കെ വന്നിട്ട് ഞാൻ അതും കണ്ടു. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ പറയുന്ന ലൈം ലൈറ്റിൽ ഇതുവരെ നിന്നിട്ടില്ലാത്ത ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതി, ആ പുസ്തകം നമ്മൾ ഒരു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളെക്കുറിച്ചും ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത്രമാത്രം ഈ പറയുന്ന സൊസൈറ്റിയുമായിട്ട് ഒരു ലൈം ലൈറ്റിൽ വന്നിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള ഫേമസ് അല്ലാത്ത ഒരു വ്യക്തി ഇതുപോലെ ഒരു ഷോയിൽ ഇത്രയധികം പേര് ആപ്ലിക്കേഷൻസ് കൊടുത്ത് എൻട്രി കൊടുത്ത് അയാൾക്ക് മാത്രം കിട്ടിയ ഒരു അവസരം, അയാൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ടി വിയിൽ കാണുമ്പോൾ പോലും ബിഗ് ബോസ് വീടിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളും ഒക്കെ നമ്മളെപ്പോലും വാവ് എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ കാര്യമോ? ഒറ്റയ്ക്ക് ഫസ്റ്റായിട്ട് കാലെടുത്ത് വെച്ചത് അനീഷാണ്. അപ്പോൾ ഒറ്റയ്ക്ക് സംസാരിച്ചത് കൊണ്ട് ഒരു തെറ്റും എനിക്ക് പറയാൻ തോന്നുന്നില്ല. പിന്നെ അനീഷ് അവിടെ വന്നിട്ട് കുറച്ച് അധികം സംസാരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ആളുടെ ഒരു മെൻറ്റാലിറ്റി ചിലപ്പോൾ അത് ആ സമയത്ത് ഒരു മാനസികാവസ്ഥയാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമതായിട്ട് അനീഷിന് ശേഷം നമ്മളെല്ലാവരും പ്രഡിക്ഷനിലൊക്കെ പറഞ്ഞ അനുമോളായിരുന്നു എത്തിയത്. അനുമോള് നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടി പറയാണ്ടാത്തത് കൊണ്ട് ഇൻട്രോ ഒക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു. ബിഗ് ബോസിലേക്ക് എല്ലാ സീസണിലും നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കാണുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ സീസണിൽ വളരെ നോർമലായിട്ട് തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. ഏതായാലും അനുമോൾ ഒരുപാട് ആഗ്രഹിച്ച വേദിയാണ്. പക്ഷേ അനുമോള് ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ടാമതായിട്ട് വരുമ്പോൾ അനീഷ് തുടക്കം തന്നെ അനുമോളിനെ നന്നായിട്ടൊന്ന് പരിഹസിക്കുന്നുണ്ട്. അതായത് അറിയാത്ത പോലെ അനീഷ് ആരാണ്, പുള്ളിക്കാരി ആരാണെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾക്ക് അനീഷിന് യാതൊരു പിടിയുമില്ല. അനുമോൾ ആകെ സർപ്രൈസ്ഡ് ആവുകയാണ്. ഈ വീട്ടിലുള്ള ആളാണോ അതോ ഇനി നമ്മളെ ആനയിക്കാനായിട്ട് നിൽക്കുന്ന ആളാണോ എന്നൊക്കെ നമ്മുടെ അനുമോളുടെ മുഖത്ത് ഒരു ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ആ വീട്ടിൽ കയറുമ്പോൾ അനീഷ് അനുമോളോട് പറയുന്നത്, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ ആ കാണുന്ന കണക്കല്ലല്ലോ, അതിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്, നേരിട്ട് ഭംഗിയില്ല എന്നുള്ളൊരു സംസാരം. പിന്നെ പരിചയമില്ല എന്ന് കള്ളം പറഞ്ഞു. കുഴപ്പമില്ല, അനീഷ് ഗെയിം തുടങ്ങി, അനീഷിന് കളിച്ചു തുടങ്ങിയല്ലേ പറ്റൂ. കാരണം അനീഷ് കുറച്ചൊന്ന് ബഹളം വെച്ചാലേ ഈ പറഞ്ഞ ലൈവ് ലൈറ്റിൽ നിൽക്കുന്ന ഇത്രയും വലിയ താരങ്ങൾക്കൊക്കെ അനീഷിൻ്റെ അടുത്ത് കുറച്ചെങ്കിലും ശ്രദ്ധിക്കാൻ തോന്നൂ. കാരണം ഒരുപാട് പേര് കയറി ബിഗ് ബോസിലേക്ക്, ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും പേര് ഒന്നിച്ച് കയറുമ്പോഴത്തേക്കും അനീഷ് ആൾക്കാരുടെ അടുത്തൊരു അറ്റൻഷൻ സീക്ക് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്തായാലും പ്രേക്ഷകരുടെ അറ്റൻഷൻ അനീഷിന് കിട്ടിക്കഴിഞ്ഞു. ട്രോൾ ആയിക്കോട്ടെ, നെഗറ്റീവ് കമൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ബിഗ് ബോസിന്റെ ഗെയിം ഇതാണ്. അടുത്തത് മൂന്നാമതായിട്ട് ആര്യൻ.
അത് ലാലേട്ടൻ തന്നെ ഇൻട്രോയിൽ പറയുന്നുണ്ട്, ഒരു ബോളിവുഡ് നടൻ എന്നൊക്കെയുള്ള ലെവലിൽ. പക്ഷേ അദ്ദേഹം അതൊക്കെ നൈസായിട്ട് അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല ലുക്കായിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ആദ്യം തന്നെ പ്രേക്ഷകരെ ഞാൻ പറയട്ടെ, ലുക്ക് കണ്ടിട്ട് ദയവേത് വോട്ട് കൊടുക്കരുത്. എല്ലാ സീസണിലും ഉണ്ട് ഇതുപോലൊരു പ്രശ്നം. ആര്യൻ നന്നായിട്ട് മത്സരിക്കുമെങ്കിൽ ആര്യൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് ബിഗ് ബോസിലെ ടാസ്കിൽ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് ആര്യനാണ്. അങ്ങനെ ആര്യൻ മത്സരിച്ച് ജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അതല്ലാതെ ആ ഒരു ക്യൂട്ട് ലുക്കാണ്, അല്ലെങ്കിൽ റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ആകും, പൈങ്കിളി മാത്രം നോക്കി നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകരുത്. അതായത് അവർക്ക് സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോകരുത്. പകരം ആര്യൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ തന്നെ ആര്യൻ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആര്യനായിരുന്നു മൂന്നാമതെത്തിയത്. പിന്നെ ആര്യനെ കുറിച്ച് ഒരു കാര്യം കൂടെ അഡീഷണൽ പറയുകയാണെങ്കിൽ, ആര്യന് ഗേൾ ഫ്രണ്ട് ഇല്ല. ലാലേട്ടൻ അത് നോട്ട് ചെയ്തിട്ട് ആര്യനോട് തന്നെ പറയുന്നുണ്ട്, ഗേൾ ഫ്രണ്ട് ഇല്ല, ഇവിടെ ലവ് ട്രാക്ക് ഒക്കെ ഉണ്ട്, സ്ട്രാറ്റജി ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനും വളരെ പൊളൈറ്റായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ആര്യൻ മറുപടി പറയുന്നുണ്ട്. പിന്നെ ആര്യൻ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമ്പോൾ ആര്യനും പിന്നെ അതുപോലെ അനീഷും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ ആര്യൻ ആക്ടറാണ് എന്ന്. അപ്പോഴത്തേക്കും അനീഷ്, ഓ ആക്ടറാണോ? തൊട്ടടുത്ത സംസാരം ഞാൻ എക്സ്പെക്ട് ചെയ്തത് എവിടുത്തെ ആക്ടറാണ് എന്നാണ്. അതായത് നമ്മൾ ഇന്നടുത്ത് ജോലി ചെയ്യുമ്പോൾ എവിടുത്തെ ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കും പോലെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്, അനീഷ് ശരിക്കും ഷോക്ക്ഡ് ആണ്. ഫസ്റ്റ് തൊട്ട് ഈ പറയുന്ന കുറച്ച് മത്സരാർത്ഥികൾ വരുന്നിടം വരെ മാത്രമേ അനീഷിൻ്റെ ആ ഒരു പവർ ഞാൻ കണ്ടുള്ളൂ കേട്ടോ. അവസാനം ആ രേണുസുതിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ കരുതി ഓക്കെ, രേണുസുതി വരുന്ന സമയം വരുമ്പോഴത്തേക്കും അനീഷ് ഓ രേണു നീ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കരുതിയത്. അത്രയ്ക്കൊന്നും ഇല്ല. കാരണം ആ ഒരു തുടക്കത്തെ അനീഷിൻ്റെ ആ ഒരു എക്സാജറേഷൻസ്, ടെൻഷൻ, ആങ്സൈറ്റി എല്ലാമാണ് ആദ്യം അനീഷ് അനുമോളെടുത്ത് കാണിച്ചത്. അതിനപ്പുറം അനീഷിനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല. ഒരു 10 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്കും അനീഷ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതൊക്കെ നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാം. ഇന്നത്തെ ഒറ്റ ദിവസത്തെ ഒറ്റ ഒരു സീൻ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഏതായാലും ശരി, ആര്യൻ വന്നു. ഇനി അടുത്തത് കലാഭവൻ സരികയാണ്. കലാഭവൻ സരിക ഓൾറെഡി പ്രഡിക്ഷനിലൊക്കെ നമുക്ക് കേട്ട പേരാണ്. മാത്രമല്ല വളരെ ചീർഫുൾ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. ബിഗ് ബോസ് വീട്ടിൽ വന്നത് മാത്രമല്ല, വരുമ്പോൾ എല്ലാവർക്കും ഒരു ഓക്കെ ഇത് കലാഭവൻ സരികയാണ്, ഒരു കണ്ടു പരിചയമെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു വെൽക്കം കലാഭവൻ സരികയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വലിയ ഹൈപ്പ് എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സംസാരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പറഞ്ഞ അവിടെ ലാലേട്ടനുമായിട്ടുള്ള സംസാരമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, ഒരുപാട് വലിച്ചു നീട്ടണ്ട എന്ന് കരുതിയിട്ട്. ഇൻ കേസ് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു വീഡിയോ എന്നുള്ളതാണ്. ബട്ട് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ബാക്കി റിവ്യൂസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അടുത്തത് അക്ബർ ഖാനാണ്. നമ്മൾ പ്രഡിക്ഷൻസിലൊക്കെ പറഞ്ഞതുപോലെ ബിഗ് ബോസിനകത്ത് വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് റിയാലിറ്റി ഷോസിൽ ഏഷ്യാനെറ്റിലും ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ റിയാലിറ്റി ഷോയിലും ഉണ്ടായിരുന്നു. സ്റ്റാർ സിംഗർ വേദിയിലുള്ള അക്ബർ ഖാൻ തന്നെയാണ്. വളരെ നൈസായിട്ടുള്ളൊരു മാൻ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ പറഞ്ഞ ഭയങ്കര അഗ്രസീവായിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ബഹളം വെച്ച് വഴക്കടിച്ചൊക്കെ വരുമ്പോൾ അക്ബർ ഖാൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഇപ്പോഴേ ഉണ്ട്. ബിക്കോസ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളായിട്ട് എനിക്ക് അക്ബർ ഖാനെ കുറിച്ച് തോന്നിയിട്ടില്ല. മേ ബി ഇത്തരത്തിലുള്ള വേദികളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് കാണാം. അടുത്തത് ആർ ജെ ബിൻസി ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ മകൾ, ഒരു അത്രത്തോളം അച്ഛനോട് ഭയങ്കര സോളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ബിഗ് ബോസിൽ വന്നിട്ടും ആളുടെ ഒരു ആർ ജെ ആണ് എന്നുള്ള ഒരു ആർജവം ബിൻസിയുടെ വോയിസിലും അതിൻ്റെ പോലത്തെയുള്ള വാക്കുകളിലും ഞാൻ കണ്ടു. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം സെൽഫായിട്ട് അവതരിപ്പിക്കുന്ന കണക്കാണ് ലാലേട്ടനോട് പോലും നമ്മുടെ ബിൻസി സംസാരിക്കുന്നത്. നല്ല ശക്തമായിട്ടാണ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ബിൻസിയുടെ ശബ്ദം അത് അവരുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ആ ക്വാളിറ്റി ബിഗ് ബോസ് വീട്ടിൽ കാണാം. അപ്പോൾ ഒരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിലുള്ള തുടക്കം തൊട്ട് ഞാൻ കണ്ട എല്ലാവരും നന്നായിട്ട് എക്സ്പെക്റ്റേഷൻ തരുന്നുണ്ട്. ഇത് ഈ സീസണിൽ വെറും പാവം എന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഒരൊറ്റ വ്യക്തിയെ മാത്രമാണ്, ആദില ആൻഡ് നൂറ കപ്പിൾസിനകത്ത് നൂറയെ മാത്രം. ബാക്കി എല്ലാവരും മീൻസ് ആദില ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര സ്ട്രോങ് ഫീലാണ്. നൂറ കുറച്ച് സൈലൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഏതായാലും ശരി, ആർ ജെ ബിൻസി അല്ലേ,
അപ്പോൾ RJ ബിൻസി നന്നായിട്ട് തന്നെ സംസാരിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. RJ ആണ് എന്നുള്ളത് ആ ഒരു നെയിം മറ്റേ ടാഗിനകത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഓക്കെ RJ ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വെൽക്കം ചെയ്തത്. നെക്സ്റ്റ് ഒനിയൽ സാബു. ആക്ച്വലി ഒനിയൽ സാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഫ്ലാറ്റായി. കാരണം അതുവരെ ഓർഡറിൽ നമ്മളിങ്ങനെ ഇൻട്രൊഡക്ഷൻസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കുറച്ച് പഞ്ചുണ്ടായിരുന്നു. അതുമാത്രമല്ല കുറച്ചധികം ക്രിയേറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നല്ലൊരു ക്രിയേറ്റീവ് മൈൻഡാണ്. അങ്ങനൊരു നന്നായിട്ടുള്ള ഒരു ആ ഇൻട്രൊഡക്ഷൻ നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഇനിയും പറയുന്നു, ഞാനത് കംപ്ലീറ്റ്ലി എന്താണെന്ന് പറയുന്നില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് തൊട്ട് ഞാനത് അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതായാലും ഒനിയൽ സാബുവിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ലെവലിലും പിന്നെ അതുപോലെ തന്നെ ലാലേട്ടനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു പാസ്റ്റ് ഹിസ്റ്ററിയിൽ രണ്ടുപേരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ലാലേട്ടനും ഒനിയൽ സാബുവും തമ്മിൽ ഒരു ബർഗർ സ്റ്റോറിയാണ്. ബർഗർ സ്റ്റോറി എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഒനിയൽ സാബു അവർ ഈ പറയുന്ന കണക്ക് 10 വർഷം അഡ്വക്കേറ്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ആർട്ടിസ്റ്റിക് ലെവലിലേക്കൊക്കെ വന്നത്. പിന്നെ ബർഗറൊക്കെ ഉണ്ടാക്കി ലാലേട്ടന് കൊടുത്ത് ലാലേട്ടൻ അത് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഓക്കെ, ആൾ എന്തായാലും കുറച്ചധികം പഞ്ചൊക്കെ ഉള്ള ആൾ തന്നെയാണ്. നമുക്ക് നോക്കാം ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെയായിരിക്കും എന്ന്. ഏതായാലും ഒനിയൽ സാബു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയപ്പോൾ അനീഷിൻ്റെ വക ഒരു ചെറിയ ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് ആ ഒനിയൽ എന്നാണ് സത്യത്തിൽ ഒനിയൻ ആക്കി അങ്ങനെ ചോദിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനൊരു പേര്? അപ്പോഴത്തേക്കും അനീഷ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒനിയൽ സാബു പറയുന്നുണ്ട് അച്ഛൻ കുറച്ച് ഫ്രീക്കായിരുന്നു എന്ന്. അപ്പോൾ ലൈറ്റ് നമ്മളെ അനീഷ് പറയുന്നുണ്ട് അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഒനിയൻ മീൻസ് സവാള എന്നുള്ള പേര് വന്നത് എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടോക്കുകളൊക്കെ ഇവരുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് നല്ലതാണ്. എന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നീട് പ്രൊവോക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. സോ ആദ്യത്തെ അനീഷിൻ്റെ ഇംപ്രഷൻസ് ഈ പറയുന്ന കൂട്ടത്തിലെല്ലാവർക്കും ചിലപ്പോൾ മോശമായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലുള്ളവരെല്ലാവരും ഒന്നിച്ച് അനീഷിനെ ടാർഗറ്റ് ചെയ്താൽ അത് അനീഷിന് ഗുണമാണ് ചെയ്യുന്നത്. പുറത്തിരിക്കുന്ന ഓഡിയൻസും അതുപോലെ സപ്പോർട്ട് ചെയ്യും എന്നായിരിക്കാം അനീഷ് പ്രതീക്ഷിക്കുന്നത്. ബിക്കോസ് കോമണർ എന്നുള്ളതൊരു ടാഗാണല്ലോ. നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പോയ ഒരു വ്യക്തിയാണ്, ബാക്കിയെല്ലാം സെലിബ്രിറ്റീസാണ് എന്നൊരു തോന്നൽ അനീഷിനുണ്ടായി. നമുക്ക് ഈ പറയുന്ന ജഡ്ജ്മെന്റ്സിലൂടെ കൊണ്ടുപോകുമ്പോൾ ഇവരെ വെറുതെ ബുള്ളി ചെയ്യരുത്, ഫസ്റ്റ് എപ്പിസോഡിൽ ബുള്ളി ചെയ്യരുത്, അല്ലെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആളെ നോക്കാം. അടുത്തത് ബിനി സെബാസ്റ്റ്യൻ, നമ്മുടെ നൂബിൻ ജോണയുടെ വൈഫാണ്. പിന്നെ പ്രത്യേകിച്ചൊരു വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ആയിരുന്നില്ല, ഒരു നോർമൽ ഇൻട്രൊഡക്ഷൻ. ഏതായാലും ശരി, ബിഗ് ബോസ് ഹൗസിലേക്ക് ഉണ്ട് എന്ന് ഓൾറെഡി പ്രഡിക്ഷൻസിലൊക്കെ വന്നിട്ട് നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ പ്രഡിക്ഷൻസിലും ബിന്നിയുടെ പേരുണ്ടായിരുന്നു. അപ്പോൾ വളരെ കൂളായിട്ട് തന്നെയാണ് ആളും വീട്ടിലേക്ക് കയറിയത്. നെക്സ്റ്റ് അഭിലാഷാണ്. അഭിലാഷും ബിഗ് ബോസിൻ്റെ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സീരിയൽ ആക്ടറായിട്ടൊക്കെ എല്ലാവരുടെ ഇടയിലുണ്ട്. ദെൻ ഹീസ് എ ഗുഡ് ആർട്ടിസ്റ്റ് ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടിയുണ്ട്, ആൾക്കൊരു ഡിസേബിലിറ്റി ഉണ്ടെന്ന് ആൾ പറഞ്ഞിട്ടാണ് വേദിയിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്നത്, അദ്ദേഹം ഡാൻസ് കളിച്ചു. അപ്പം അഭിലാഷിൻ്റെ ഡാൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഡിസേബിലിറ്റി എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കത്ത കൂടിയില്ല. ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് കാലിൻ്റെ ആ ഒരു ചെറിയൊരു ഡിസേബിലിറ്റി എന്ന് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുക. ബട്ട് എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ടും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. നല്ല അടിപൊളി ഒരു ഇൻട്രോയും അതുപോലെ എൻട്രിയുമായിരുന്നു അഭിലാഷിൻ്റെത്. ഞാനത് ആ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതല്ല, പക്ഷെ അതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ പിന്നോട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു എൻട്രി ആയിരുന്നു അഭിലാഷിൻ്റെത്. ദെൻ റെന ഫാത്തിമ ശരിക്കും അധികം ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം തന്ന ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ റെന ഫാത്തിമ ഉണ്ടായിരുന്നു. ഞാൻ റെന ഫാത്തിമയുടെ വ്ളോഗ്സ് ഒക്കെ ആ ടൈമിൽ പോയി നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റെന ഫാത്തിമയാണ് കൂട്ടത്തിൽ ഏറ്റവും കുട്ടിയായിട്ട് വന്നിരിക്കുന്നത്. കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും ഒരു ഭയങ്കര യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നി. അതിൽ കുറച്ച് ഏജുള്ള ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റെന ഫാത്തിമയുടെ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജാസ്മിൻ ജാഫറിനെ ഓർമ്മ വന്നു. ജാസ്മിൻ ഇതുപോലൊരു ഇൻട്രൊഡക്ഷനൊക്കെ ആയിരുന്നു. ഏതായാലും ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വ്യക്തി കൂടിയാണ് റെന ഫാത്തിമ. ബട്ട് എല്ലാം നമുക്ക് ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻ ആണ്. കാത്തിരുന്ന് കാണാം. അടുത്ത മത്സരാർത്ഥി
മുൻഷി രഞ്ജിത്താണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സീനിയർ ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ആദ്യത്തെ വ്യക്തി മുൻഷി രഞ്ജിത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒനിയൽ സാബു ഒക്കെ ഏജ് ആണ് അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ മുൻഷി രഞ്ജിത്ത് ശരിക്കും മുൻഷിയുടെ സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിലെ മുൻഷി എന്ന് പറഞ്ഞ പ്രോഗ്രാമില്ലേ, അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലൈക്ക് പ്രസൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ലുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും ഭയങ്കര അടിപൊളി ലുക്കിൽ, ഒരു ഹിന്ദി നടൻ്റെ ലുക്കിലൊക്കെയാണ് പുള്ളിക്കാരൻ വന്നത്. സ്റ്റേജിലൊക്കെ നന്നായിട്ട് നിറഞ്ഞു നിന്നു. ലാലേട്ടനുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ നന്നായിരുന്നു. പിന്നെ ആളുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആളുടെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഇതിൽ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഒരു പുറത്തൊക്കെ നമുക്ക് ഡിസ്കഷനിൽ വരാൻ അല്ലെങ്കിൽ ഗോസിപ്പ് കോളങ്ങളിൽ വരാൻ പറ്റുന്ന ഒരു കുറച്ച് സ്റ്റോറീസൊക്കെ ഉള്ളതുപോലെ തോന്നി. ഉറപ്പായിട്ടും ഈ പറയുന്ന ഡിവോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ കുറേ കഥകൾ പുറത്ത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അനീഷ് എന്ന് പറഞ്ഞ കോമണറിൻ്റെ ഡിവോഴ്സ് കേസും പിന്നെ അതുപോലെ മുൻഷി രഞ്ജിത്തിൻ്റെ ഒരു കേസും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു കോമൺ കണക്ഷൻ വരാനും അവർ തമ്മിൽ കുറച്ചധികം കൂട്ടുകൂടി സംസാരിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് ഈ പറയുന്ന പ്രതീക്ഷകളൊക്കെ ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങളിൽ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഒരുപാട് പേരുണ്ട് ഈ സീസണിൽ. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒന്നിച്ച് സംസാരിച്ച് വരുമ്പോഴത്തേക്കും തന്നെ ഒരു 10 ദിവസത്തിൽ കൂടുതൽ കഴിയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിങ്കിളാവാൻ. അപ്പോൾ ഏതായാലും ശരി, മുൻഷി രഞ്ജിത്താണ് പിന്നീട് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഗിസൈൽ തക്ര എന്നാണ് പ്രൊനൗൺസിയേഷൻ എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ശരി, തെറ്റുണ്ടെങ്കിൽ വരും എപ്പിസോഡിലൊക്കെ ഞാൻ തിരുത്തിക്കോളാം. പക്ഷേ ഈ ഒരു വ്യക്തി ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആള് കുറച്ച് ഇൻട്രോവേർട്ടായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്ത് പറ്റിയോ എന്തോ. ആളുടെ ആ ഒരു പെർഫോമൻസും ഇൻട്രൊഡക്ഷനും ഒക്കെ അടിപൊളിയായിരുന്നു. ആലപ്പുഴക്കാരിയാണ്. ബിഗ് ബോസിൻ്റെ ഹിന്ദി സീസൺ 6 പങ്കെടുത്തിട്ടുള്ള ആളാണ്. സോ ബിഗ് ബോസിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷെ അന്നത്തെ ആ ബിഗ് ബോസിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊന്നും ഇൻട്രൊഡക്ഷനിലും പറഞ്ഞിട്ടില്ല. അതുപോലെ ലാലേട്ടൻ സംസാരിച്ചപ്പോഴും വലുതായിട്ടൊന്നും വിട്ട് പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് വഴിയെ കുത്തിപ്പൊക്കിക്കൊണ്ടൊക്കെ വരാം. പിന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറുമ്പോഴും ആര്യൻ ശരിക്കും പറഞ്ഞാൽ കണക്ഷൻ കൂടുതൽ തോന്നിയത് എനിക്ക് ആര്യനുമായിട്ടാണ്. അവർ തമ്മിൽ കുറച്ച് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അവർ സംസാരിക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു അവർ തമ്മിലൊരു ഹിന്ദി ടച്ച് ഉണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷെ ബിഗ് ബോസ് വീട് മലയാളം വീടാണ്. മലയാളം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഇൻട്രൊഡക്ഷൻസ് ഓരോരുത്തരും ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യുമ്പോഴും ഈ പറയുന്ന വ്യക്തി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുന്നതൊക്കെ എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ ഒരു ഓട് വണ്ണായിട്ട് നിൽക്കാനാണ് തയ്യാറെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നാളത്തെ ടാസ്കിനകത്ത് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്ന ഒരു സീനുണ്ട്. അതിൽ നമുക്ക് ഈ പറയുന്ന ഗിസൈൽ തക്കറ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഷാരികയാണ്. ഹോട്ട് സീറ്റിൽ എല്ലാവരെയും നല്ല ചൂട് കൊള്ളിച്ചിട്ടുള്ള ഷാരിക. പക്ഷേ അവിടെ ഇരുത്തി വിറപ്പിച്ചിട്ടുള്ള ഷാരിക ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്കും ആൾ ഭയങ്കര കാമായി പോയി. എനിക്ക് തോന്നുന്നു നല്ല ഒരു സ്റ്റേജ് ഫിയർ ഉണ്ട് ഷാരിക. ഞാൻ എക്സ്പെക്ട് ചെയ്ത കണക്കുള്ള ഒരു എൻട്രി ആയിരുന്നില്ല. ഭയങ്കര കാമായിട്ടാണ് ബിഹേവ് ചെയ്തത്. ആളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ളത് ബിഗ് ബോസിൽ വന്നാൽ അറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഷാരികയുടെ ഇൻട്രൊഡക്ഷൻ ഞാൻ ശ്രദ്ധിച്ചു. ഹസ്ബൻഡ് ഇല്ല, ഒറ്റ മകളാണ്. ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ ആളുടെ ഹസ്ബൻഡ് സെപ്പറേറ്റ് ആയിട്ട്. ഈ ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ ഈ പറയുന്ന ഷാരിക സോഷ്യൽ മീഡിയയിൽ ഹോട്ട് സീറ്റിലിരുന്ന് ഇത്രയധികം ഫേമസ് ആയിട്ട്. പിന്നെ ഷാരിക ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയപ്പോൾ മറ്റാർക്കും ഇല്ലാത്ത ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഷാരികയ്ക്ക് കിട്ടിയതുപോലെ എനിക്ക് തോന്നി. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഷാരികേനെ അറിയാം. ഷാരികനെ അറിയാത്തവർ ആരായിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് അനുമോൾ അങ്ങാണ്ട് അവിടെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് അനുമോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഷാരിക ചേച്ചി അറിയാത്തവർ ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്ന കണക്ക് ആ ഒരു ഹൈപ്പ് ഈ ഒരു 1.5 വർഷത്തിനിടയിൽ ഷാരികയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഷാരിക നല്ല ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ്. അതിപ്പോൾ കഴിവെന്ന് ഉദ്ദേശിക്കുന്നത് വെറുപ്പിക്കലാണ് എങ്കിൽ കൂടിയും അത് ഇന്നത്തെ സൊസൈറ്റിക്ക് ആവശ്യമാണ്. സൊസൈറ്റി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഏത് അർത്ഥത്തിലാണെങ്കിലും, ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കണം, എന്നാലും ബിഗ് ബോസ് ഹൗസിൽ അവർക്കൊരു സ്ഥാനം കിട്ടിയത് ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബിഗ് ബോസിൽ ഷാനവാസ് ഷാനുവാണ് എത്തുന്നത്. നമ്മുടെ കുങ്കുമപ്പൂവിനകത്ത് രുദ്രനായിട്ടും സീതപ്പെണ്ണിൽ ആ ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഏതായാലും ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ഫേമസ് ആയിട്ട് കുറേയധികം സീരിയലിൽ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഷാനവാസ് എന്താണെന്നുള്ളത് ഒരു ഇൻ്റർവ്യൂസിനകത്തും നമ്മളാരും കണ്ടിട്ടുണ്ടാവത്തില്ല. അങ്ങനെ ഗോസിപ്പ് കോളത്തിലൊന്നും വന്നിട്ടുള്ള ഒരു പേരൊന്നും അല്ല. ഏതായാലും ശരി,
ഷാനവാസ് ബിഗ് ബോസിലേക്ക് നല്ലൊരു അടിപൊളി എൻട്രി ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ടാസ്ക് പെർഫോമൻസ് ഒക്കെ ഇനി എന്താകും എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഷാനവാസിനെ കുറിച്ച് പ്രഡിക്ഷൻ ലിസ്റ്റ് പറയുന്ന സമയത്തൊക്കെ പലരും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടായിരുന്നു, ഇതിന് മുമ്പ് വന്നിട്ടുള്ള പല സീരിയൽ നടന്മാരെയും പോലെ തന്നെ ഷാനവും സൈലന്റ് ആയിരിക്കും, അടങ്ങി ഒതുങ്ങിയിരിക്കും, വാഴയായിരിക്കും എന്നൊക്കെയാണ്. ആ തരത്തിൽ എനിക്ക് തോന്നുന്നില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് മത്സരാർത്ഥി എല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ നെവിൻ ജോർജ് ആണ്. നെവിൻ ജോർജ് ഫാഷൻ ഫോട്ടോഗ്രാഫർ എന്ന് മാത്രം പറയരുത്, ഒരുപാട് കാലിബർ ഉള്ള സകലകലാ വല്ലഭൻ എന്ന് സ്വയം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം എനിക്ക് ബിഗ് ബോസിലേക്ക് ആൾ വന്നത് ഒരു പൂച്ചയെ പോലെയാണ്, നമ്മുടെ പൂച്ചസർ എന്ന് നമുക്ക് പേരിടാം. കാരണം എനിക്ക് നെവിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ആളൊരു പൂച്ചസർ ആണ്. അപ്പോൾ ഏതായാലും ശരി, നെവിൻ ശരിക്കും കഴിഞ്ഞ സീസണിലെ റിയാസ് സലീമിനെ പോലെയൊക്കെ ആകും എന്ന് ഓരോരുത്തരൊക്കെ കമൻസിലും അതുപോലെ വ്ളോഗേഴ്സ്മാരൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമോ, അത് വെറുപ്പിക്കലാകുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ആൾ ആദ്യം തന്നെ നല്ല ആവേശത്തോടെയാണ് വരുന്നത്. അപ്പോൾ നെവിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ കാണിക്കുന്നുണ്ട്. പൂച്ചകളോടുള്ള പ്രണയം, 28 പൂച്ചകൾ നെവിന് സ്വന്തമായിട്ടുണ്ട്. എനിക്കൊരു കൊക്കോ ഉണ്ട് കേട്ടോ, ഞാൻ ഒരു ദിവസം കാണിക്കാം. ഒരു ഇന്ത്യൻ സ്പ്ലിറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ബ്രീഡിൽ വരുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. അവന് 2 വയസ്സേ ഉള്ളൂ. അവൻ ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവനെ ഇന്ന് നല്ലതുപോലെ ശല്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഗെയിൻ തിരിച്ചു വരാം. നമ്മുടെ പൂച്ചസറുമായിട്ട് നമ്മുടെ നെവിൻ ജോർജ് എത്തിയിട്ടുണ്ട്. നല്ല ഡാൻസ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഹൗസിലേക്ക് ആൾ നല്ല സൈലന്റ് ആയിട്ട് വന്നു, എല്ലാവരോടും ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അടുത്തത് ആദില ആൻഡ് നൂറ. 2 പേരും ഒറ്റ മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് ഒറ്റ മത്സരാർത്ഥിയാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടെ ചേരുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ഹൗസിൽ കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവരുടെ 2 പേരുടെയും ഇൻട്രൊഡക്ഷൻസിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള 2 പേരാണ്. കാരണം ഒരു മുസ്ലിം കൺസർവേഷനിൽ നിന്ന് ലെസ്ബിയൻ ആണ് എന്ന് റിയലൈസ് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിൽ വരാൻ സാധിച്ചത് ഒരു ക്രെഡിറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും അവരെ വളർത്തിയ പേരൻസോ എന്ന്. ശരിക്കും പേരൻസ് എന്ന് പറയുന്നത് റെസ്പെക്റ്റ്ഫുൾ ആണ്, ബട്ട് അവരുടെയൊക്കെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളല്ലേ. അത് കഴിഞ്ഞേ ഇനി പേരൻസ് വരൂ. ആ പറയുന്ന പേരൻസിനും അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്, അവർക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ശരി, ആദില ആൻഡ് നൂറ പേഴ്സണൽ ലൈഫിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ അവരുടെ കളി അനുസരിച്ച് സപ്പോർട്ട് ചെയ്യൂ. അതിൽ ആദില കുറച്ചധികം സ്മാർട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നൂറ കുറച്ച് സൈലൻ്റ് ആണ്. ഏതായാലും ശരി, അവരുടെ ആ ഒരു കപ്പിൾ ഗെയിംസ് ഒക്കെ ഈ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഏതായാലും ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ അവരെ വെൽക്കം ചെയ്തത് തന്നെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഫസ്റ്റ് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പോൾ അവർ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് അവർക്കുണ്ട്. പിന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമ്പോഴും എല്ലാവർക്കും അറിയാവുന്ന താരങ്ങളായിട്ടാണ് ഇവർ 2 പേരും വരുന്നത്. പിന്നെ അവർക്ക് അങ്ങനെ വേറെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ഇൻട്രോ ആണ്. അപ്പോൾ ആ ഇൻട്രോ കുറച്ച് ടച്ചിങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. ഏതായാലും ശരി, ബിഗ് ബോസ് വീട്ടിനകത്ത് അവരെങ്ങനെ കളിക്കും എന്നതനുസരിച്ചായിരിക്കും ഓഡിയൻസിൻ്റെ സപ്പോർട്ട്. കാരണം ഓൾറെഡി ഒരുപാട് നെഗറ്റീവ് കമൻസും ഒരുപാട് ഹേറ്റേഴ്സും ഉള്ള 2 പേരാണ് അവർ. അപ്പോൾ അവരെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവർക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ബിഗ് ബോസ് വീട്ടിലൂടെ തന്നെ നമുക്ക് കണ്ടറിയാം. നെക്സ്റ്റ് ശൈത്യ സന്തോഷ്, അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. ശരിക്കും പറഞ്ഞാൽ ശൈത്യ സന്തോഷിനെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും പേഴ്സണൽ ലൈഫിൽ അറിയത്തില്ല. ആള് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രൊമോയിൽ കണ്ടില്ലേ, ലാലേട്ടാ ഞാനൊരു ബിഗ് ഫാനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ തിരിച്ച് ആ പ്രൊമോയിലുള്ള ആ ഒരു പയ്യനോട് പറയുന്നുണ്ട്, ആ ചീട്ട് ഞാൻ കീറും, പതപ്പിക്കല്ലേ, പുതപ്പിച്ച് കിടത്തും. ഇതേപോലെ ശൈത്യ സന്തോഷ് ആ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ തൊട്ടടുത്ത് വരുമ്പോഴത്തേക്കും ലാലേട്ടൻ സംസാരിക്കുന്നതിന് മുന്നേ മൈക്ക് എടുത്ത് അങ്ങ് പാട്ട് പാടുകയായിരുന്നു. ലാലേട്ടാ, ആ പാട്ടല്ല, വേറൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ശരി, ആ പറഞ്ഞ പതപ്പിക്കല്ലേ, പുതപ്പിച്ച് കിടത്തും എന്ന് ലാലേട്ടൻ അവിടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് പഞ്ചുണ്ടായിരുന്നേനെ. ആ ഒരു പ്രൊമോ വീഡിയോ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലൊരു ഫീൽ ഉണ്ടായിരുന്നേനെ. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൻ്റെ ആ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓർമ്മ വന്നായിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി അടുത്തത് എല്ലാവരും കാത്തിരുന്ന ആ ഒരൊറ്റ എൻട്രി, അത് ലാസ്റ്റ് എൻട്രി ആകുമെന്ന് കരുതിയെങ്കിൽ അത് സെക്കൻഡ് ലാസ്റ്റ് എൻട്രി ആയിരുന്നു. രേണു സുധി. അപ്പോൾ രേണു സുധി നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ ഇതിലേക്ക് വരാം. ലാസ്റ്റായിട്ട് രേണു സുധിയുടെ വൈറലായ വീഡിയോ
എല്ലാ വീഡിയോസും വൈറലാണ്. രേണുസുതി ഇടുന്നതും ഇടാത്തതുമായിട്ടുള്ള എല്ലാ രേണുസുതിയുടെ വീഡിയോസും വൈറലാണ്. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം രേണുസുതിയും ചേച്ചിയും കൂടെ ഒരു പടിവാതിക്കൽ ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല, ഇതെൻ്റെ മൈക്കാണ്, ഞാൻ ദേ ഇപ്പോഴും ദേ ഈ ഈവനിങ്ങിനും ഞാൻ ചേച്ചിയുടെ കൂടെ ഇവിടെ ഇരിക്കുകയാണ് എന്ന്. എൻ്റെ പൊന്നോ, അതൊരു വല്ലാത്ത നാടകമായി പോയി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നെനിക്ക് തോന്നി. ഓൾമോസ്റ്റ് രേണുസുതിയുടെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, ഈ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷെ രേണുസുതിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കാം. നമുക്കത് ആവശ്യമില്ലെങ്കിൽ രേണുസുതിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഏതായാലും ശരി, രേണുസുതി അതേ പടിവാതിക്കൽ ചേച്ചിയുമായിട്ട് അന്ന് ഈവനിങ്ങിൽ ഇരുന്ന് സംസാരിച്ചെടുത്ത് തന്നെയാണ് ഈ ബിഗ് ബോസിലേക്കുള്ള ഇൻട്രോ വീഡിയോയ്ക്ക് രേണുസുതി സംസാരിക്കുന്നത്. അതിൽ രേണുസുതി പറയുന്നുണ്ട്, പിന്നെ രേണുസുതിക്ക് ആ ഒരു കാർഡ് കൊണ്ട് കൊടുത്ത് ബിഗ് ബോസിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിൽ രേണുസുതി നേരെ നോക്കുന്നത് സുധിച്ചേട്ടൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ സുധിച്ചേട്ടൻ രേണുസുതി ഈ പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ആ വാക്ക് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഐ ആം സോറി, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഏതായാലും ശരി, എല്ലാവരും കുറ്റം പറയുന്നത് പോലെ തന്നെ രേണുസുതിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, നോ പ്രോബ്ലം. പിന്നെ എനിക്ക് തോന്നുന്നില്ല രേണുസുതി ആ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതുപോലെ ബിഗ് ബോസിലേക്ക് വന്നിട്ട് താൻ സോഷ്യൽ മീഡിയ വൈറൽ താരമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. വളരെ നോർമലായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ആൾ ബിഗ് ബോസ് ഹൗസിൽ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഇൻട്രോയിൽ രേണുസുതിയോട് സംസാരിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ ഇന്നലെ തൊട്ട് തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ചൊരു കമൻറ്റും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നും സംസാരിച്ചില്ല. രേണുസുതിക്ക് ലാലേട്ടൻ കൊടുക്കുന്ന ഇൻട്രോ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഇടക്കാലത്ത് അങ്ങേയറ്റം വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ട്. രേണുസുതി വന്നതിന് ശേഷം സുധിച്ചേട്ടൻ്റെ കാര്യം ലാലേട്ടൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൊല്ലം സുധിയെ ലാലേട്ടൻ അറിയാം, നല്ലൊരു ആക്ടർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രേണുസുതിയോട് പറയുന്നുണ്ട്, എന്താണ് ശരിക്കും പുറത്തൊക്കെ ഇങ്ങനെ ഇത്രയധികം കോൺട്രവേഴ്സി, സോഷ്യൽ മീഡിയ താരം, അതിൽ പറഞ്ഞ ഒരു കറക്റ്റ് എക്സാക്റ്റ് വാക്ക് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ രേണുസുതിയാണ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിട്ട് രേണുസുതി പറയുന്നുണ്ട്, അതെ അതെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഞാനാണെല്ലാം എന്ന് പറയുന്നുണ്ട്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ രേണുസുതി വളരെ ആക്റ്റീവായിട്ട് നല്ലൊരു ബ്രെയിൻ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു മുന്നോട്ട് പോയിട്ടുള്ളത്. ആൾക്കാർക്ക് കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം, പക്ഷേ അത് അവരുടെ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ രേണുസുതി സത്യത്തിൽ ബിഗ് ബോസിലേക്ക് വരേണ്ട ഒരാളെ ആയിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ രേണുസുതിക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ബിഗ് ബോസ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, രേണുസുതിയുടെ ഹേറ്റേഴ്സ് തന്നെയാണ് രേണുസുതിയുടെ ഏറ്റവും നല്ല സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എഗെയിൻ ഒരു കാര്യം കൂടി പറയാം, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ്. അതിലെ സ്ട്രാറ്റജീസും അതിലെ ഗെയിംസും മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പേഴ്സണലി രേണുസുതി സോഷ്യൽ മീഡിയയിൽ ആരായിരുന്നോ അല്ലെങ്കിൽ ആരെ വെച്ച് മാർക്കറ്റ് ചെയ്തെന്നോ ഈ പറയുന്ന ഡയലോഗ്സുകളൊന്നും എടുക്കാതെ നിങ്ങൾ ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ബിഗ് ബോസിൽ അവരെങ്ങനെയെന്ന് നോക്കി മാത്രം ജഡ്ജ് ചെയ്യുക. പേഴ്സണൽ ലൈഫ് എടുത്ത് ഗെയിം കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ, ഒരു നല്ല മത്സരാർത്ഥിയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് കിട്ടട്ടെ എന്ന് തന്നെ കരുതുക. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ചിലപ്പോൾ വാഴകളായി പോവുമെങ്കിൽ രേണുസുതി ആയിരിക്കും അവിടെ കുറച്ചുകൂടെ സ്കോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗെയിംസിൽ ഇൻസ്പിറേഷൻസ് കൊടുക്കുന്നത്. സോ ഗെയിമായിട്ട് തന്നെ കാണുക. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രേണുസുതി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് എല്ലാവർക്കും ലാലേട്ടനാണ് ഓൾ ദ ബെസ്റ്റ്, 100 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്ന് പറയുമ്പോൾ രേണുസുതി തിരിച്ച് ലാലേട്ടനോട് ശരി ഓൾ ദ ബെസ്റ്റ് ലാലേട്ട, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഒരു അറിയാണ്ട് പറഞ്ഞു പോകുന്നതാണ്, ആ ഒരു മൊമെന്റിൽ അങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ രേണുസുതി ലാലേട്ടനാണ് ഓൾ ദ ബെസ്റ്റ് കൊടുക്കുന്നത്, ശരിക്കും ലാലേട്ട ഓൾ ദ ബെസ്റ്റ്. അപ്പം അത് പ്രേക്ഷകർ പറയുന്നുണ്ടായിരിക്കും, രേണുസുതി ലാലേട്ടന് തന്നെ ഓൾ ദ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ രേണുസുതി ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നതും നല്ല ഒരു സ്വീകരണം കിട്ടി തന്നെയാണ്. കാരണം രേണുവിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ മുൻഷി രഞ്ജിത്താണ് ആദ്യം തന്നെ രേണുസുതിയെ വന്ന് വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ മുൻഷി രഞ്ജിത്ത് തന്നെ ഒരു തഗ് ഡയലോഗ് പറയുന്നുണ്ട് രേണുസുതിയോട്. അതായത് കുറച്ചൊന്ന് ഫേമസ് ആകണമെങ്കിൽ രേണുസുതിനെ ഒന്ന് ഇൻ്റർവ്യൂ എടുത്താൽ മതി, അല്ലെങ്കിൽ രേണുസുതിയുടെ കൂടെ ഒന്ന് റീൽ ചെയ്താൽ മതി. ആ വാക്കാണ് കേട്ടോ മുൻഷി രഞ്ജിത്ത് പറഞ്ഞത്. രേണുസുതിയുടെ ഒപ്പം ഒരു റീൽ ചെയ്താൽ താൻ വൈറലാകും എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതും
അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ സംസാരങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടർ അടികളൊക്കെ ഇപ്പോഴേ നടക്കുന്നുണ്ട്. നാളത്തെ ഗെയിമും കൂടി ആകുമ്പോഴത്തേക്ക് എല്ലാം ഒരു പരിവാവും. അവസാനം വന്ന ലാസ്റ്റ് മത്സരാർത്ഥി അപ്പാനി ശരത്ത്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ ഇത്രയും മത്സരാർത്ഥികളും നമ്മൾ ഓൾറെഡി പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ടതാണ്. ഇനി അപ്പാനി ശരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഇൻട്രോ ആണ്. അപ്പോൾ ഒനിയൽ സാബുവിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട ഇൻട്രോ എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്പാനി ശരത്തിൻ്റെതാണ്. ഒരു ഫാമിലി, ലവിങ് ഫാമിലി. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ആൾ തിരിച്ചു പോകുന്നതിന് മുമ്പിട്ട് ഒരു കുഞ്ഞിക്കാല് കൂടി അപ്പാനി ശരത്തിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് വൈഫും 2 മക്കളും പിന്നെ ഒരു കുഞ്ഞു ആവ വൈഫിൻ്റെ വയറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അപ്പാനി ശരത്തിൻ്റെ ഫാമിലി. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഇതിനു മുമ്പും അപ്പാനി ശരത്തിനെ പോലെ തന്നെ സിനിമയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള സ്റ്റാറുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടുള്ളത് മണിക്കുട്ടനാണ്. അപ്പോൾ മണിക്കുട്ടൻ്റെയൊക്കെ ഗെയിം സ്ട്രാറ്റജിയാണ് അപ്പാനി ശരത്ത് എടുക്കുന്നതെങ്കിൽ അതുപോലെ ഒരു നന്മമരം കളിക്കാനൊക്കെയുള്ള, നന്മമരം എന്ന് പറയുന്ന ഒരു തെറ്റെന്ന് പറയുന്ന ഒരു കാർഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഒപ്പം ഞാൻ ഒരു നല്ലവനാണ് എന്ന് കാണിച്ച് നിൽക്കുന്നത് നല്ല കാർഡൊക്കെ തന്നെയാണ്. പക്ഷേ നന്മമരം മാത്രം കാണിച്ചിട്ട് ഒന്നും ചെയ്യാതെ വെറും വാഴയായി പോകരുത്. ഏതായാലും ശരി, അപ്പാനി ശരത്ത് ഒരു നല്ല ഗെയിമറായിട്ടൊക്കെ ഇപ്പോഴേ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അങ്ങനെ 19 മത്സരാർത്ഥികൾ, പക്ഷേ 20 പേർ. മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. അതായത് 19 മത്സരാർത്ഥികളിനകത്ത് ആദില ആൻഡ് നൂറ എന്ന് പറയുന്നത് ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ്. ഇവരെ രണ്ടുപേരും നമുക്ക് 2 വ്യക്തികളായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ടോട്ടലി ബിഗ് ബോസ് ഹൗസിലേക്ക് 20 പേര് കയറിയിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് ഹൗസ് 25 പേർക്ക് കിടക്കാനുള്ള സീറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡൊക്കെ വരുമ്പോൾ ഒരാൾ എലിമിനേറ്റ് ആയതിനു ശേഷം മാത്രമേ വരൂ എന്നൊന്നും കരുതാൻ പറ്റില്ല. പിന്നെ വൈൽഡ് കാർഡൊക്കെ വരുന്നത് കുറച്ചധികം നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. ഇനി ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻസും അതുപോലെ തന്നെ മത്സരാർത്ഥികളൊക്കെ എല്ലാവരും വീട്ടിൽ കയറിയതിനു ശേഷം തന്നെ ആദ്യം ബിഗ് ബോസിൻ്റെ ശബ്ദം വരുന്നു. ബിഗ് ബോസിൻ്റെ വോയിസ് മാറിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളൊരു സാൻഡാർഡിൻ്റെ പ്രൊമോ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ വോയിസ് മാറി എന്നെനിക്ക് തോന്നിയിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാവരെയും ബിഗ് ബോസ് ലിവിങ് റൂമിലേക്ക് എല്ലാവരെയും നിരത്തിയിരുത്തുന്നുണ്ട്. ഇനിയാണ് ആ പറയുന്ന പണിപ്പുര, അതായത് 7ന്റെ പണിയിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ബിഗ് ബോസ്. അപ്പോൾ തുടക്കം തന്നെ പണിയുടെ കാര്യം പറയുന്നുണ്ട്. ഇനി ടാസ്ക് എന്തിനാ നടത്തിയെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അതെന്തിനായിരുന്നു അങ്ങനെ ഒരു ടാസ്ക്? ഈവൻ ഞാനത് ബിഗ് ബോസിൻ്റെ തന്നെ പല കമൻറ്റ് സെഷനിലും ഓൾറെഡി കണ്ടു. ഞാൻ ആ പറയുന്ന കണക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ പറയുന്ന കമൻസ് ഒക്കെ നോക്കുമ്പോൾ ഈ ടാസ്ക് എന്തിനാണെന്ന് ഞാനും കണ്ടിരുന്നു, എന്തിനാണെന്ന് ചോദിക്കുന്നത്. പക്ഷേ ടാസ്ക് വെറുതെ ഒന്നും ആയിരുന്നില്ല. ആ പറഞ്ഞ ടാസ്ക് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇവരുടെയൊക്കെ ഒരു ID കാർഡ് പോലെ ഇവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറച്ചധികം സ്തൂപങ്ങൾ ഉണ്ട്. അതിൽ കണ്ണ് കെട്ടിയിട്ടുണ്ടായിരിക്കും. ഇവരുടെ ഫാമിലി മെമ്പർ വന്നിട്ട് ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതനുസരിച്ച് ഇവർ പോയി ആ പറയുന്നത് കണ്ണ് കാണാതെ പോയി എടുത്ത് കഴുത്തിലിട്ടിട്ട് അതേപോലെ തന്നെ അവർ പോയി കൈ ഒരു റെഡ് കളറിലുള്ള ഒരു കുറച്ച് പൊടി വെച്ചിട്ടുണ്ട്, അതിൽ കൈ പതിപ്പിച്ചിട്ട് ബിഗ് ബോസ് സീസൺ 7 കൈ ഒന്ന് പതിപ്പിക്കണം. അതായിരുന്നു ടാസ്ക്. ഇതിൽ കൂടെ നിൽക്കുന്ന ആ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഇവർക്ക് പോകാൻ പറ്റുക. ഈ പറയുന്ന ടാസ്കിൽ 3 പേരാണ് ഫസ്റ്റ് എത്തിയത്. 3 പേരിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ആര്യൻ, പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ, ഷാനവാസ്. ഇവർക്ക് 3 പേർക്കും ബിഗ് ബോസ് അഭിനന്ദനം പറയുന്നുണ്ട്. അപ്പോൾ പോലും ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ടാസ്കിൻ്റെ ഗുണം എന്ന്. ഒരു വലിയ ഗുണം ഇവർക്ക് 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. ഒരു ലോങ് ബെൽ അടിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാവർക്കും സ്റ്റോർ റൂമിലേക്ക് പോയി അവരവരുടെ പെട്ടികൾ എടുക്കാം. എല്ലാവർക്കും ഒറ്റ കളറിൽ ചുമന്ന പെട്ടികളായിരുന്നു. ആ ചുമന്ന പെട്ടികളിൽ എല്ലാവർക്കും അവരവരുടെ പേരെഴുതി തന്നെയാണ് ബോക്സുകൾ കൊടുത്തത്, അവരുടെ പെട്ടികൾ കൊടുത്തത്. പക്ഷേ ആ പെട്ടികൾ എടുക്കുമ്പോൾ ആ പെട്ടിക്കകത്ത് ഒന്നും തന്നെ ഉണ്ടാവാത്ത ആൾക്കാരുണ്ട്. അത് മാത്രമല്ല കുറച്ച് വിചിത്രമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പം അപ്പാനി ശരത്തിൻ്റെ ബോക്സിനകത്ത് കുറച്ചധികം പലകകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റ് കുറച്ച് ആൾക്കാരുടെ ഇതിനകത്തൊക്കെ വെറും ഷീറ്റും, അതായത് ഷീറ്റ് എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റല്ല കേട്ടോ, ചവിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു അത്. അതിനകത്ത് ആകെ കൂടി എല്ലാ ബോക്സിനകത്തും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നത് നേരത്തെ ആ ടാസ്കിൽ ജയിച്ചിട്ടുള്ള 3 പേർക്ക്, ആര്യൻ, അതുപോലെ ബിന്നി, ഷാനവാസ്. ഇവർക്ക് 3 പേർക്കും മാത്രം അവരുടെ കംപ്ലീറ്റ് സാധനങ്ങൾ ആ ബോക്സിനകത്തുണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് അവർക്ക് 3 പേർക്കും ഒരു കയ്യിൽ കിട്ടുന്ന ഒരു ബാഡ്ജ് കിട്ടുന്നുണ്ട്, ഒരു സ്റ്റാർ പോലെ. ആ പറയുന്ന കയ്യിൽ കിട്ടുന്ന സാധനം അത് അത്ര ഫിറ്റായിട്ടൊന്നും അവർക്ക് കെട്ടാൻ സാധിക്കുന്നില്ല, അവരത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ 3 പേരുടെ കയ്യിലുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ബാഡ്ജ്, ആ ബാഡ്ജ് ഇവർക്ക് മോഷ്ടിക്കാനുള്ള ഒരു അനുവാദമുണ്ട്.
അത് ആർക്ക് വേണമെങ്കിലും തട്ടിയെടുക്കും എന്ന് പേടിച്ച് ഇത് അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കില്ല എന്നുകൂടി ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷേ അത് തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇപ്പം ആര്യൻ്റെ ആയിക്കോട്ടെ, ബിന്നിയുടെ ആയിക്കോട്ടെ, ഷാനവാസിൻ്റെ ആയിക്കോട്ടെ, ഇവരുടെ ആ പെട്ടി തിരിച്ച് വീണ്ടും സ്റ്റോർ റൂമിൽ പോയിട്ട് ആരാണോ ആ പറയുന്ന ബാഡ്ജ് തട്ടിയെടുത്തത് അവർക്ക് ഈ പറയുന്ന അവരുടെ സാധനങ്ങൾ ബിഗ് ബോസ് കൊടുക്കും. അപ്പോൾ പണി തുടങ്ങി, പണിപ്പുരയിൽ ഇരിക്കുകയാണ് ഇവരുടെ സാധനങ്ങൾ. അതൊക്കെ അവിടെ ഉണ്ടെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം അടുത്ത നാളത്തെ പ്രൊമോയിൽ ഈ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഇത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടികൂടൽ. അതിൽ തന്നെ പ്രൊമോയിൽ എടുത്തു കാണിച്ചിരിക്കുന്നത് അനീഷിനെയാണ്. അനീഷിന് ബാത്റൂമിൽ കയറാൻ പോലും പറ്റാത്ത കണക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അടിയുടെ ഇടയിൽ ആർക്കെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ പറയുന്ന ബാഡ്ജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അറിയാം. ഇനി ലാലേട്ടൻ ഈ സമയം ഇവരെയൊക്കെ ആ പറയുന്ന ബിഗ് ബോസ് വീടിനകത്തോട്ട് അടച്ചു പൂട്ടിയതിന് ശേഷം പുറത്തിറങ്ങി ലാലേട്ടൻ്റെ തനി സ്റ്റൈലിൽ ഒരു നീളത്തിലൊരു പടക്കം പൊട്ടിക്കാനുള്ള ഒരു തിരി കൊളുത്തുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സീസണിൻ്റെ 7ന്റെ പണി അടച്ചിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇനി തിരി കൊളുത്തി പൊട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് കാണുമ്പോൾ അറിയാം. പ്രൊമോ കണ്ടപ്പോൾ ഏതാണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി എവിടേക്കാണ് പൊട്ടിയെന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ പറയുന്ന ബിഗ് ബോസ് റിവ്യൂ കാണുന്ന ഓഡിയൻസിന് എൻ്റെ ഫേസ് ഫെമിലിയർ ആയിരിക്കത്തില്ല. ഞാനൊരു ഫസ്റ്റ് ടൈമാണ് ഓൺ ചാനലിലൂടെ, അതായത് സീരിയൽ ഗ്രാൻഡ്മ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ ഇങ്ങനൊരു റിവ്യൂ പറയുന്നത്. ഈ വീഡിയോ ഇപ്പോൾ അവസാനം വരെ കാണുന്നവർക്ക് മാത്രമേ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് കേൾക്കാൻ പറ്റൂ. എൻ്റെ പേര് സഫാന. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫെമിലിയർ അല്ല. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും എപ്പിസോഡ് ഉണ്ടാകും, കാണുക. ടാറ്റാ.